ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മത്തൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മത്തൻ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8 മുതൽ 10ഓളം ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 കാന്താരി മുളക്, അത്രയും കാര്യങ്ങൾ ചേർത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം വരെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇത് കുക്കാവാനായിട്ട് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വിറകടുപ്പിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ ഉള്ളി, ഇത്രയും കാര്യങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെന്തുടഞ്ഞിട്ടുള്ള മത്തനിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തൻ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ച് ആ കംപ്ലീറ്റ് തേങ്ങ അരപ്പ് ഇതിലേക്ക് കിട്ടുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം കടുകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒരു ചെറിയ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് അല്പം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വറ്റൽമുളക് പൊട്ടിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മസാല കരിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിലേക്ക് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.